നിന്റെ നാഥന്റെ സന്നിധാനത്തിലേക്ക്, നിന്റെ നാഥന്റെ ഹളറത്തിനെ കുറിച്ച് നീ ഓർക്കുമ്പോ, അതിന്റെ ആനന്ദത്തെക്കുറിച്ച് ഓർക്കുമ്പോ, മഹാന്മാരത് കണ്ടുകൊണ്ടാണ്, അവർ ആസ്വദിച്ചുകൊണ്ടാണ് അവർ ഇവിടെ ജീവിച്ചത്. അത് മനസ്സിലാക്കാൻ യഥാർത്ഥത്തിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രത്യക്ഷ ഭാഗങ്ങളെ കൊണ്ട് സാധ്യമല്ല. അതിന്റെ അപ്രത്യക്ഷമായ ഭാഗത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ആസ്വാദനം, ആനന്ദം നമ്മൾ ഇത്രയും കണ്ടിട്ടുള്ളൂ. നമ്മൾ വിചാരമൊക്കെ പൂർത്തിയായി ഇല്ല. ഒരു വക്ക് പോലും നമ്മൾ കടിച്ചിട്ടില്ല. നാം ഒന്നും അറിഞ്ഞിട്ടില്ല. ഈ പ്രത്യക്ഷമായ പ്രകടനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല പരിശുദ്ധ ഇസ്ലാം. പരിശുദ്ധ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് അനുഭവജ്ഞാനമാണ്. നിസ്കരിച്ചപ്പോൾ നിങ്ങൾക്ക് എന്ത് അനുഭവജ്ഞാനം ഉണ്ടായി? ഒന്നും കിട്ടിയില്ല. നോമ്പ് നോറ്റപ്പോൾ നിങ്ങൾക്ക് എന്ത് അനുഭവജ്ഞാനം ഉണ്ടായി? ഒന്നും കണ്ടില്ല. ഹജ്ജിന് പോയപ്പോൾ നിങ്ങൾക്ക് എന്ത് അനുഭവജ്ഞാനം വന്നു? ഒന്നും ഉണ്ടായില്ല. നിങ്ങൾ സദഖ ചെയ്തപ്പോൾ എന്ത് അനുഭവജ്ഞാനം ഉണ്ടായി? ഒന്നും കണ്ടില്ല. ബാറ്റിന്റെ മജ്‌ലിസിൽ പോയപ്പോൾ എന്ത് അനുഭവജ്ഞാനം ഉണ്ടായി? ഒന്നും ഉണ്ടായില്ല. എന്നാൽ ഇസ്ലാം മുഴുവനും A to Z അനുഭവജ്ഞാനമാണ്. ഈ അനുഭവജ്ഞാനം നമുക്ക് ഇവിടെ കിട്ടി. എന്ത് കിട്ടി? എങ്ങനെ കിട്ടി? അത് കിട്ടാനാണ് ഈ ദിക്ർ എന്ന് പറയുന്നത്. അതാണ് മൂപ്പര് പറഞ്ഞത്, കണ്ടോരെ കണ്ടുപിടി, കാട്ടിത്താലും വലിമ, കാട്ടുന്ന കണ്ട് വലിമ. അവര് കാണിച്ചു തരും നിങ്ങൾക്ക്. നിങ്ങളെ ഈ എന്തോ ഒരു മായാവലയത്തിൽ മൂടിക്കിടക്കുന്ന മനസ്സിന്റെ ചെപ്പുകൾ തുറക്കാൻ പ്രാപ്തൻ ഈ ലോകത്തൊരു സൈക്കോളജിസ്റ്റ് അല്ല, ഒരു സൈക്കാട്രിസ്റ്റ് അല്ല, അല്ലെങ്കിൽ ഒരു കഥാകാരനല്ല, അല്ലെങ്കിൽ ഒരു കലാകാരനല്ല. മറിച്ച് കണ്ടോരെ കണ്ടുപിടിച്ച് യാഥാർത്ഥ്യം മനസ്സിലാക്കിയ ഒരു ആലിമിന്റെ നിർദ്ദേശത്തിലൂടെ അല്ലാതെ, ആലിമിന്റെ ഖിയാദത്തിലൂടെ അല്ലാതെ നിങ്ങൾക്കത് വ്യക്തമാക്കുകയില്ല, വ്യക്തമാക്കാൻ സാധ്യവും അല്ല. എന്നിട്ട് അങ്ങനെ വ്യക്തമായാൽ നിങ്ങൾക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്? തനിലും അസ്റാറ് മുൻകൊടിയും അവകാശമുണ്ട് ഫലമാ, ആലക്ക് തീവക്ക് അയ്യാല വെട്ടിമുറി അയ്യാറ് 100 ഫലമാ. അപ്പോഴേ നിനക്ക് യഥാർത്ഥ ബോധം വരും. നീ ചെയ്യുന്ന അമലുകൾക്ക് 100 ഇരട്ടി, അതിന്റെ 100%, അതിന്റെ 100% നിങ്ങൾക്ക് അതിന്റെ ഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ മാർഗം നിങ്ങൾ സ്വീകരിക്കണം. അത് കിട്ടിയ സഹാബികൾ അനുഭവജ്ഞാനത്തോട് പറഞ്ഞവർ. ഹാരിസത്ത് റളിയല്ലാഹു തആല ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ രാവിലെ തന്നെ റസൂലുള്ളാഹിയെ കാണാൻ ചെന്നു. റസൂൽ ചോദിച്ചു, കൈഫ അസ്ബഹത യാ ഹാരിസ, നിനക്ക് പ്രഭാതം പുലർന്നത് എന്താണ് വിശേഷം? പ്രഭാത വിശേഷം എന്താ? റസൂൽ ചോദിക്കുക. ഹാരിസത്ത് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, അസ്ബഹതു മൂഖിനൻ, അസ്ബഹതു മുഅ്മിനൻ ഹഖ്ഖൻ യാ റസൂലല്ലാഹ്. സുഹദുൽ കബീർ എന്ന ഗ്രന്ഥത്തിൽ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അസ്ബഹതു മുഅ്മിനൻ ഹഖ്ഖൻ യാ റസൂലല്ലാഹ്, ഞാൻ ഒരു യഥാർത്ഥ മുഅ്മിനായിക്കൊണ്ടാണ് ഇന്നത്തെ പ്രഭാതം എന്നെ വരവേറ്റത്. ഹാരിസത്ത് റളിയല്ലാഹു അൻഹുവിന്റെ പ്രതികരണമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലികുല്ലി ഹഖ്ഖിൻ ഹഖീഖ, എല്ലാ യാഥാർത്ഥ്യങ്ങൾക്കും അതിൻ്റെതായ ഒരു അടിത്തറയുണ്ട്. വമാ ഹഖീഖത്തു ഈമാനിക യാ ഹാരിസ, ഹാരിസത്തെ നിന്റെ ഈമാനിന്റെ അടിത്തറ എന്താ? തിരിച്ചു ചോദിക്കുക, നിന്റെ ഈമാനിന്റെ നീ ഒരു യഥാർത്ഥ മുനാണെന്നാണ് പറഞ്ഞത്. എന്നാ നിന്റെ ഈമാനിന്റെ അടിത്തറ എന്താ? നിന്റെ ആ യാഥാർത്ഥ്യത്തിന്റെ യാഥാർത്ഥ്യം എന്താ? ആ യാഥാർത്ഥ്യത്തിന് മറ്റൊരു യാഥാർത്ഥ്യമുണ്ട്, അതെന്താ? ഹാരിസത്ത് റളിയല്ലാഹു അൻഹു ചോദ്യം എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞില്ല, അല്ലെങ്കിൽ എനിക്കത് അറിഞ്ഞൂടാന്ന് പറഞ്ഞില്ല. ഹാരിസത്ത് റളിയല്ലാഹു അൻഹു വീറോടെ ആധികാരികമായി കൊണ്ട് പറയാണ്, നബിയെ, ഈമാന്റെ ഹഖീഖത്ത് യാഥാർത്ഥ്യം എന്താണെന്നല്ല, അസഖ്തു നഫ്സി അനി ദുനിയാ ഫത്തവാ ഇന്ദി ദഹബുഹാ വമദറുഹാ. ബഹുമാനപ്പെട്ട ഹാരിസത്ത് റളിയല്ലാഹു അൻഹു പറയാണ്, അസഖ്തു നഫ്സി അനി ദുനിയാ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഭൗതികത്തിന്റെ ആ ലഹരിയിൽ മുഴുകി കിടക്കുന്നതാം ആ ഭൗതികത്തിലുള്ള സകല ലഹരിയെ ഞാൻ ഉപേക്ഷിച്ചു നബിയെ. ഭൗതികമാകുന്ന ഭൗതികം മുഴുവനും ലഹരിയാണ്. മദ്യം മാത്രമല്ല, കല്ല് മാത്രമല്ല, ബ്രാൻഡി മാത്രമല്ല, വിസ്കി മാത്രമല്ല, കഞ്ചാവോ അഫീറോ മാത്രമല്ല ലഹരി. ലോകം മുഴുവനും ഒരു തരം ലഹരിയാണ് നബിയെ. ആ ലഹരിയെ മുഴുവൻ ഞാൻ ഉപേക്ഷിച്ചു നബിയെ.
ഭൗതികമാകുന്ന ലഹരിയെ ഞാൻ പിഴുതെറിഞ്ഞു നബിയെ. അപ്പോൾ എന്നിൽ സമമായി. എങ്ങനെ സമമായി? ഈ ഭൗതിക ലോകത്തുള്ള മണലും സ്വർണവും എനിക്ക് തുല്യമായി തോന്നി. അതൊരു ഭയങ്കര യാഥാർത്ഥ്യമാണ്. ഒരു കുന്ന് മണല് ഒരു സ്ഥലത്ത് കണ്ടു, തൊട്ടടുത്തൊരു കുന്ന് സ്വർണം കണ്ട ഹാരിസത്തിന് ഒരു പ്രശ്നമില്ല. മണലും ഒരുപോലെ, സ്വർണവും മണലും ഒരുപോലെ ഹാരിസത്തിന് തോന്നും. ഒരു മണൽക്കുന്ന് കണ്ടാൽ നമ്മൾ ആരെങ്കിലും വാരിയെടുക്കില്ല, സ്വർണം കണ്ട എടുത്തുപോലെ. എന്ന ഹാരിസത്തിനെയും മണലും സ്വർണവും തുല്യമായിട്ട് തോന്നി. അതിന് മണലും സ്വർണവും ഒരുപോലെ എനിക്ക് തോന്നി നബിയേ. മാത്രമല്ല നബിയെ, ഞാൻ ഈ വാനലോകത്തിന്റെ അപ്രത്യക്ഷ ഭാഗങ്ങളെ കാണുന്നു. ഞാൻ ഈ വാനലോകത്തിന്റെ അകത്തുള്ള രഹസ്യങ്ങളെ ഞാൻ കാണുന്നു നബിയെ. റസൂലുള്ളാഹിനോട് നേരിട്ട് ബോധാവസ്ഥയിൽ ഹാരിസത്ത് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞതാ. അപ്പൊ ആ യാഥാർത്ഥ്യം കണ്ടെത്തിച്ച് അപ്പുറം കാണാൻ പറ്റുന്നല്ലേ ഹദീസിന്റെ താല്പര്യം. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അങ്ങനെ പറയുമ്പോഴാണ് ചിലർക്കൊക്കെ മുഖം വീർക്കുന്നത്, കണ്ടം വീർക്കുന്നത്. എന്താ? പിന്നേളാകാശം കണ്ടോവർ ഏറും മലക്കൂത്തിൽ രാജാളി എന്നോവർ കുപ്പിയകത്തുള്ളേ വസ്തുവിനെ പോലെ കാമഞ്ഞ നിങ്ങളുടെ കൽബകമെന്നോവർ. നിങ്ങളുടെ കൽബിന്റെ ഉള്ളിൽ